ഞാൻ പോയിട്ടേ നമുക്ക് കഴിക്കാനുള്ള ചിക്കൻ വെട്ടണ്ട. മാളൂനുള്ള കൂണ് അമ്മായി വൃത്തിയാക്കണേ. എൻ്റെ അമ്മായി എരിഞ്ഞു പോകയൂ. ചിക്കൻ മാത്രം കഴിക്കുമ്പോൾ കുരുമുളകിന്റെ ഫ്ലേവർ കയറി വെക്കണം. സോസ് കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ്. തിളച്ച അമ്മായി ഇപ്പൊ തിളക്കി വിശക്കണ വിശക്കണം ചോദിച്ചോ. നിനക്കൊരു ഗ്ലാസ് കട്ടനൊക്കെ എടുത്ത് കുടിച്ചുകൂടായിരുന്നാ? ചേച്ചിയാൽ ഇഞ്ചി പുതുകി എന്തൊക്കെ ചേർത്തിട്ട് എനിക്ക് ഞാൻ പോയി ചോക്കോസ് ഒക്കെ എടുത്ത് വെക്കട്ടെ. എടുത്ത് വെക്കാം എടുത്ത് വെക്കാം. അപ്പുറത്തിപ്പുറത്തോട്ട് പോകും. ഞാൻ പറഞ്ഞില്ലേ ഒന്നിലിടുമ്പോ എല്ലാത്തിലും പോകും. നീ ഇത്രയും നിറച്ചു കൊണ്ടുവരേണ്ട വല്ല കാര്യം ഉണ്ടോ വേണേ? പിന്നെ എടുത്തത് കുറച്ച് പണി മതി. ഇത്ര മതിയാ? മതി. കുറച്ചുകൂടെ ഒഴിക്കട്ടെ അമ്മായി? കഴിക്കട്ട് മോളെ. വിറ്റാമിൻസ് ഒക്കെ അല്ലേ, നിങ്ങൾ തന്നെ കഴിക്കും. എന്നിട്ട് ഓണത്തിന് പച്ചക്കറി കഴിക്കാൻ വീട്ടിൽ പോയതാ. ആ ഒരു ടൂറൊക്കെ അടിച്ച് ഞങ്ങൾ ഒറ്റക്കായിട്ട് പോയില്ലേ? അതെ. അപ്പൊ നിങ്ങൾ പച്ചക്കറി ഒന്നും ഉണ്ടാക്കില്ല? അതിന് നിനക്ക് മാംസമല്ലേ ഇഷ്ടം? അമ്മായി വരുന്നോണ്ട് ചേച്ചി ഉടായിപ്പാണ് നിൽക്കുകയാണ്. ചേച്ചിക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഉണ്ടോ? സത്യം അല്ലെങ്കിൽ അല്ലാന്ന് പറ. എന്നാ ഞാൻ നിനക്ക് ഇന്ന് കൂൺ വെച്ച് തരും. മാളും കൂണ് വെജിറ്റബിളിൽ പെട്ടതല്ലേ? ഇന്ന് ഞാൻ കൂൺ വെച്ചിരുന്നു. വേറൊന്നുമില്ല. ഇല്ല, തരില്ല. തൊട്ട് പോരുത് എൻ്റെ ചിക്കൻ. ഞാൻ എനിക്കും അമ്മായിക്ക് മാത്രമേ ഉണ്ടാക്കുള്ളൂ. അത് തന്നെ. ഞാൻ തൊട്ടോ. നിനക്ക് വെജിറ്റബിൾ അല്ലേ ഇഷ്ടം? ഞാൻ അങ്ങനെ പറഞ്ഞ ചേച്ചിക്കും അങ്ങനെയാണ് ഇഷ്ടം. ചേച്ചിക്ക് കൂടുതൽ ഇഷ്ടം. ചേച്ചി അഭിനയിച്ച് നിൽക്കുന്നതല്ലേ പറഞ്ഞേ? അമ്മായി ഇന്ന് ചിക്കൻ നമുക്ക് മാത്രം ഓട്ടം അമ്മായി കൊടുക്കരുതേ. കൂൺ മാത്രം പെറുക്കി കൊടുക്കണേ. അങ്ങനെ ചെയ്യാം. ഞാൻ പോയിട്ടേ നമുക്ക് കഴിക്കാനുള്ള ചിക്കൻ വെട്ടട്ടെ. മാളൂനുള്ള കൂണ് അമ്മായി വൃത്തിയാക്കണേ. കൈ മാറ്റം മാറ്റ് കൈ. ഓർമ്മ അപ്പൊ ഞാനും പോട്ടാ. കഴിച്ചിട്ട് പോവാ.
വെളുത്തുള്ളി ഇട്ടോ. ഫുള്ള് കേട്ടോ. വെളുത്തുള്ളി ഇട്ടോ. എന്നിട്ട് ആ പാത്രം ഇങ്ങതാ ഇതിലോട്ട് ഇതിനൊക്കെ കഴുകിയെടുക്കും. ഉപ്പിട്ട മാളു. മാളു ആ പൊടിച്ചു വെച്ച കുരുമുളക് എടുത്തേ. ഇതാണ് പൊടിച്ചു വെച്ച കുരുമുളക്. നേരത്തെ പൊടിച്ചു വെച്ച കുരുമുളക് എടുത്തേ. എന്റെ അമ്മ ഇന്ന് അമ്മായി എരിഞ്ഞു പോകയൂ. എന്റെ ദൈവം. ആ ഈ പെണ്ണവിടെ കയറുന്നു. ഞാൻ എല്ലാം ഇടട്ടാ. എല്ലാം ഇടട്ടെ. ഞാൻ കേട്ടില്ല. പിന്നെ ഞാനും കേട്ടില്ല. ഇവള് അങ്ങനെ ചോദിക്കണേ. ഇവളടുത്തങ്ങ് തട്ടി. ഞാൻ ഇന്നത്തെ ദിവസമെങ്കിലും അമ്മായിക്ക് എരിവില്ലാണ്ട് കൊടുക്കാന്ന് വിചാരിച്ചത്. പൊടിച്ച് വെച്ചതായതുകൊണ്ട് വലിയ എരിവുണ്ടാവില്ല. ഞാൻ കൂണിട്ടോ അമ്മായി. ഇതെല്ലായിരുന്നു നോക്കി അമ്മായി എരിവായിട്ടോ. ഓ ഓ ഓ ഓ ഓ അത്തിരി കൂടിപ്പോയി. ഭയങ്കര എരിവാ. നീ കഴിച്ചു നോക്കിയേ. എനിക്ക് കഴിക്കണ്ട, എന്റെ മൂക്കൊരു മതിയാണ്. എരിവുണ്ട്. ചിക്കനിൽ പിടിക്കുമ്പോഴേക്കും ശരിയാവും. എവളെ ഇവിടെ കയറ്റി നിർത്തിയെന്തിന്? ആ ഓയിസ്റ്റർ സോസ് ഒഴിച്ചേ. ഒഴിച്ചോ. ഉപ്പ് കുറവ് തന്നെ ഇപ്പൊ. എരിവ് കൂടിയപ്പാ. ചിക്കനിൽ ഉപ്പ് കുറവാ. നേരത്തെ ബട്ടറിൽ മാത്രമേ ഉപ്പിട്ടുള്ളായിരുന്നു. ചിക്കനിൽ ഉപ്പിട്ടിട്ടില്ല. അതിപ്പോ ഇതാവുമ്പോ ആയിക്കോളും. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചോ മോളു. ഒഴിച്ചോ ഒഴിച്ചോ. ചിക്കൻ മുങ്ങാൻ വിധത്തിൽ ഒഴിച്ചോ. ചിക്കൻ ഇത് ആവുമ്പോ ശരിയായിക്കോളും. എരിവ് ചിക്കനിൽ പിടിക്കുമ്പോഴേക്കും ശരിയാവും. ഉപ്പ് വന്നാ മതി. തീ ഒന്ന് കത്തിച്ചേ മോളൂ. നീ അത് കത്തിച്ചിട്ട് വാ. ഞാൻ കൈ കഴുകിയിട്ട് എന്തെങ്കിലും കഴിക്കാനുള്ള സാധനങ്ങൾ എടുത്തിട്ട് വരാം. വാ അമ്മായി. കുറച്ച് പുക അടിക്കട്ടെ കേട്ടോ. അത് കത്തും. അത് കത്തിച്ചിട്ട് വാട്ടാ. വാ അമ്മായി. കടലേ ഇതിലിവിടെ സേമിയ മിഠായി അല്ലേ ഇത്? ഒരു ഐസ്ക്രീം ഉണ്ടല്ലോ സേമിയത്തി വെച്ച് യെല്ലോയും ബ്രെഡും ഉള്ള. കടല തന്നെ. ഒരു കടല കൊള്ളാല്ലേ? എന്റെ ടെൻഷനേ ആ ചിക്കനിൽ എന്താവുന്ന. എവളുള്ള കുരുമുളക് പൊടി അത്രയും കൂടെ വാരി ഇട്ടിച്ച് ഒന്നും ആവില്ല. ആര് പറഞ്ഞു ഒന്നും ആവില്ല? കുഴപ്പമില്ലായിരിക്കും. ആ അതോർത്ത് സമാധാനിക്കാം. ആദ്യം ഇത്തിരി ചില്ലി ഫ്ലേക്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. എരിവൊന്നും എരിവില്ല. അതുകൊണ്ട് നീ രക്ഷപ്പെട്ട് മാളൂ. ഇല്ലെങ്കിൽ നിന്റെ ഗതി അതോ ഗതിയായി പോരുന്നു. കഴിച്ചിട്ട് പറയാ. വലിയ എരിവുണ്ടാവില്ല അമ്മ. ഇനി ഞാനൊരു സോസും കൂടി ഉണ്ടാക്കും. അപ്പൊ ആ സോസിന് മുക്കി കഴിക്കുമ്പോ എരിവ് ഉണ്ടെങ്കിൽ തന്നെ അറിയില്ല. പോയാലോ?
എനിക്കത് അറിയാന്നിട്ടൊരു ഒരു വൈക്ലഭ്യം അങ്ങനെയല്ലേ പറയാ? വൈക്ലഭ്യം അല്ലേ? ആ ക്ലഭ്യം. അങ്ങനത്തെ ഒരു ക്ലബ്യം. ക്ലബ് പോയാലാ? ഉയ്യോ, മൊത്തം അഴുക്കാക്കി വെച്ചിരിക്കണ മാളു. തട്ടിയാലും പോല. എന്തോ കറയുടെ പൊക്കത്ത് കയറി ഇരുന്ന് നീ. എന്തായാലും തിന്നാലേ പറ്റുള്ളൂ. മാളു, നീ സോസൊക്കെ കൂടി ഇന്നത്തേക്ക് ഒഴുക്കി. ഫുള്ളിട്ടോ. ഇത് ടൊമാറ്റോ സോസ് അല്ലേ? ടൊമാറ്റോ സോസ്. അത് ടൊമാറ്റോ സോസ്. ഇതെന്താ? അത് മസ്റ്റാർഡ് സോസ്. അങ്ങനെയൊക്കെ സോസ് ഉണ്ട്. മൊത്തം ഒഴിക്കുകയാണേ ഞാൻ. ഒഴിച്ചോ. ചിക്കൻ വെന്ത അമ്മായി. വെന്തു. ഇതാ? അത് മയോണൈസ്. കുറെ നാളിന് ശേഷം. എല്ലാം വേണോ എന്താണെന്നൊക്കെ പറഞ്ഞോളണേ. വേണോ ബായി? നീ കുരുമുളക് ഇട്ടേനാണോ പറയണത്? മനസ്സിലായില്ല. മനസ്സിലായില്ലേ? എല്ലാം ആവശ്യമുള്ളതാണോ നീ ഇടുന്നേ? ഓ അങ്ങനെ എന്ന് നോക്കിക്കോണോ? മനസ്സിലായാ? ഇപ്പൊ മനസ്സിലായാ? എങ്ങനുണ്ട്? കൊള്ളാം. ഇതിൽ ഇനി എന്തെങ്കിലും ഇടാണ്ടോ? ഒന്നുമില്ല. അപ്പൊ ആവശ്യത്തിൽ കൂടുതൽ മാളു ഇട്ടിട്ടുണ്ട്. അടച്ചേക്കട്ടാ. അടച്ചോ അമ്മായി. നോക്ക്. സെറ്റല്ലേ? എന്തെങ്കിലും വേണോ? മസ്റ്റർഡ് സോസ് കുറച്ചുകൂടെ വേണോ? മസ്റ്റാർഡിന്റെ ടേസ്റ്റ് ഇവിടുത്തെ ഒന്നും ചോദിക്കണ്ട. ടൊമാറ്റോ സോസ് വേണോ? മസ്റ്റാർഡിന്റെ ടേസ്റ്റ് എന്താ? മസ്റ്റാർഡിന്റെ ടേസ്റ്റ് നോക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ടേസ്റ്റാ. ഓക്കെ അല്ലേ? നീ പോയി ടേബിൾ സെറ്റ് ചെയ്തോ. അമ്മായും വെക്കോ. പോട്ടെ. എന്താ ഇത് കൊണ്ടുവച്ചോ മാളു? ഇത് കഴിഞ്ഞു. ഞാൻ കൊണ്ടുവരാം അമ്മായി. വെക്കോ. ശരി. ഞാൻ ചിക്കൻ മാത്രം കഴിക്കാനാണ് ഉദ്ദേശിച്ചത്. അതാ ഞാൻ ബ്രെഡ് അധികം എടുക്കാത്തത്. ചേച്ചിയുടെ ഫേവറേറ്റ് സാധനം ഡാൻസ്. എനിക്ക് മാത്രം എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന പീസ് എനിക്ക് കിട്ടും. അതിനാണ് പറയണ വൈറ്റ് ഭാഗ്യം. ചിക്കൻ മാത്രം കഴിക്കുമ്പോൾ കുരുമുളകിന്റെ ഫ്ലേവർ കയറി നിൽക്കണം. സോസ് കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ്. സോസ് വേറെ ലെവൽ ടേസ്റ്റ്.
തക്കാളി കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കിഷ്ടമല്ല. അങ്ങനൊന്നും പറയാൻ പാടില്ല, എല്ലാം കഴിക്കണം. ഇഷ്ടമല്ലാന്ന് പറഞ്ഞാൽ നിനക്ക് എന്താണോ ഇഷ്ടമില്ലാത്ത അത് വെച്ച് ഞാൻ കറി ഉണ്ടാക്കി തരാം. തക്കാളി കറി കഴിക്കും.